കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വലിയ സന്തോഷത്തിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളുമായിട്ടായിരിക്കാം 10 വയസ്സുകാരിയായ നിദ ഫാത്തിമ ദേശീയ സൈക്കിൾ ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാൻ പോയിട്ടുണ്ടാവുക. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടക്കുന്ന ദേശീയ സൈക്കിൾ ചാമ്പ്യൻഷിപ്പിലെ സബ് ജൂനിയർ വിഭാഗത്തിൽ ഒന്നെങ്കിൽ ഒരു കിരീടമോ അതല്ല എങ്കിൽ ഒന്നാമനായി എത്തിയതിൻ്റെ പേരിലുള്ള ഒരു മെഡലോ കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകണം. തന്നെ കാത്തു നിൽക്കുന്ന വീട്ടുകാർക്ക് മുന്നിൽ ആ മെഡൽ ഒന്ന് കാണിക്കണം, അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം, അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ താൻ വാങ്ങിയെടുക്കണം. മാതാപിതാക്കൾക്ക് മുന്നിലേക്ക് ഈ ചെറിയ ആഗ്രഹങ്ങളും സമ്മാനങ്ങളുമായിട്ട് പോകാനായിരിക്കാം ആ 10 വയസ്സുകാരി മനസ്സിൽ ചിലപ്പോൾ ചിന്തിച്ചു കാണുക. പക്ഷേ തിരിച്ചു വന്നതാവട്ടെ ആ 10 വയസ്സുകാരിയുടെ ജീവനറ്റ ശരീരമാണ്, അഥവാ മൃതദേഹമാണ്. ഏറെ വേദനിപ്പിക്കുന്ന ഈ സംഭവത്തിന് പിന്നിൽ നീതി നിഷേധമുണ്ട്, കായിക മേഖലയിൽ നടക്കുന്ന ചൂഷണത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യവുമുണ്ട്. 10 വയസ്സുകാരിയായ നിദ ഫാത്തിമക്ക് നീതി അത്യാവശ്യമെന്ന് മാത്രമല്ല, വളരെ വളരെ അത്യാവശ്യം എന്ന് തന്നെ വേണം പറയാൻ. കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ 10 വയസ്സുകാരിയോട് നിനക്ക് ഭക്ഷണമില്ല, ചികിത്സയില്ല എന്ന് ദേശീയ സൈക്കിൾ ഫെഡറേഷൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ചെറുതായിട്ടല്ല കാണേണ്ടത്, അത് വലുതായിട്ട് തന്നെയാണ്. എന്താണ് നിദ ഫാത്തിമക്ക് സംഭവിച്ചത്? എന്തായിരുന്നു ദേശീയ സൈക്കിൾ ഫെഡറേഷൻ നിദ ഫാത്തിമയെ അടങ്ങുന്ന താരങ്ങളോട്, കേരളത്തിൽ നിന്നുള്ള സൈക്കിൾ താരങ്ങളോട് ചെയ്തു കൂട്ടിയത്? ഇതറിയേണ്ടത് തന്നെയാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ ചർച്ച ചെയ്ത തലശ്ശേരിയിലെ ഒരു കുട്ടിയുടെ വിവാദം. ആ കുട്ടിയെ കാറിൽ ചാരി നിന്നതിൻ്റെ പേരിൽ ഒരാൾ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു. അതൊരു വലിയ വിഷയമായി. ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള ആളുകളൊക്കെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തി. ആ കുട്ടി ഒരു മലയാളിയല്ല, പക്ഷെ ഒരു മനുഷ്യനാണ്, ഒരു കുട്ടിയാണ് എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ശബ്ദമുയർത്തി. അതിലൊരു പരിധിവരെ ആ കുട്ടിക്ക് നീതി ലഭിച്ചു. എന്തിനു വേണം പറയാൻ, ഇത്തരത്തിലുള്ള നീതി നിഷേധങ്ങൾക്കെതിരെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ തന്നെയാണ് മലയാളികൾ. നിദ ഫാത്തിമക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിദ ഫാത്തിമ കേരളത്തിൽ നിന്നുള്ള, തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു സൈക്കിൾ, അതായത് സൈക്കിൾ പോളോ അസോസിയേഷന്റെ കീഴിലൂടെ കോടതിയിൽ നിന്നുള്ള പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് കേരളത്തിൽ 2 സൈക്കിൾ അസോസിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിലൊരു സൈക്കിൾ അസോസിയേഷന്റെ ഭാഗമായിട്ടാണ് നിദ ഫാത്തിമ നാഗ്പൂരിൽ നടക്കുന്ന ദേശീയ സൈക്കിൾ ഫെഡറേഷന്റെ കീഴിലുള്ള ദേശീയ സൈക്കിൾ ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ കോടതിയുടെ പ്രത്യേക ഉത്തരവും കൊണ്ട് തന്നെയാണ് അവിടേക്ക് പോകുന്നത്. പക്ഷേ അവിടെ എത്തിയ സമയത്താവട്ടെ നിദ ഫാത്തിമയ്ക്കും സംഘത്തിനും താമസ സൗകര്യം ദേശീയ സൈക്കിൾ ഫെഡറേഷൻ കൊടുക്കുന്നില്ല. അവരതിന് കാരണമായിട്ട് പറയുന്നത് 2 സൈക്കിൾ അസോസിയേഷൻ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ദേശീയ സൈക്കിൾ അസോസിയേഷന്റെ അംഗീകാരമില്ല, കോടതിയുടെ ഉത്തരവുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം, പക്ഷേ ഒരു സഹായവും ഞങ്ങൾ ചെയ്തു തരില്ല എന്ന് പറയുന്നു. അതായത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഭക്ഷണമോ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നും തരില്ല, അഥവാ പച്ചക്ക് നിഷേധിക്കുന്നു. BMSന്റെ കീഴിലുള്ള ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ കീഴിലുള്ള ഒരു ഓഫീസിലാണത്രേ ഇവര് അന്ന് താമസിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ നിദ ഫാത്തിമക്ക് ഛർദി ഉണ്ടാകുന്നത്, അതായത് ഛർദിക്കുന്നു, എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഛർദിക്കുന്നത്. അപ്പോൾ ഈ ഛർദി നല്ല രീതിയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചേക്കാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ പരിശോധിക്കുന്നു. അപ്പോൾ പറയുന്നു ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് സംശയമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നു. അപ്പം ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം, അതായത് മിനിറ്റുകൾക്ക് ശേഷം കുട്ടി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും പിന്നീട് മരണത്തിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷെ അങ്ങനെ ഇരിക്കവേ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് അവിടെ ദേശീയ സൈക്കിൾ ഫെഡറേഷൻ
സ്വാഭാവികമായിട്ടും കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന കായിക താരങ്ങൾക്ക് വ്യക്തമായ രീതിയിലുള്ള ഭക്ഷണം നൽകേണ്ടതുണ്ട്. കാരണം അവർ നാളെ മത്സരിക്കേണ്ട ആളുകളാണ്. അപ്പൊ നാളെ മത്സരിക്കാനും മത്സര രംഗത്തേക്കും ഇറങ്ങേണ്ട ആളുകളായിരിക്കവേ അവർക്ക് എല്ലാ രീതിയിലുമുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത ദേശീയ സൈക്കിൾ ഫെഡറേഷനുണ്ട്. ഇപ്പോൾ സൈക്കിൾ ഫെഡറേഷന്റെ ഭാരവാഹികളോട് ഹൈക്കോടതി ഹാജരാകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കവേ ഇവർ ഇത്തരത്തിലുള്ള സൗകര്യമൊന്നും നൽകാതെ ഈ പിഞ്ചുകുട്ടി അടക്കമുള്ള ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും നിഷേധിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് കാരണക്കാർ ദേശീയ സൈക്കിൾ ഫെഡറേഷന്റെ ഭാരവാഹികൾ തന്നെയാണ്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കൃത്യമായ രീതിയിൽ അവരെ ചോദ്യം ചെയ്യുകയും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കേരളത്തിൽ ഒരുപാട് കായിക താരങ്ങളുണ്ട് അല്ലെ? പലരും ഇന്നും പല ജോലികളുമായിട്ട് പോവുകയാണ്. കാരണം അവർക്കാർക്കും വ്യക്തമായ സൗകര്യം ലഭിക്കുന്നില്ല, കൃത്യമായ രീതിയിലുള്ള ഭക്ഷണം ലഭിക്കുന്നില്ല, താമസ സൗകര്യം ലഭിക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഒരു വലിയ വിഷയം തന്നെയാണ്. ലോക ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്ന സമയത്ത് നമ്മളൊക്കെ വല്ലാത്ത രീതിയിൽ വിഷമിച്ചത് നമ്മുടെ രാജ്യം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഖത്തറിൽ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി ഒരു വലിയ പ്രഖ്യാപനം നടത്തി. എന്താണ് ആ വലിയ പ്രഖ്യാപനം? വേൾഡ് കപ്പ് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എനിക്ക് ആദ്യം പറയാനുള്ളത് അത് കൊണ്ടുവരേണ്ട എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ രാജ്യത്ത് പ്രതിദിനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കായിക മേഖലയെ ആദ്യം ഉണർത്തണം. ഈ രാജ്യത്തിന്റെ ഫുട്ബോൾ മേഖലയെ തന്നെ ആദ്യം ഉയർത്തണം. അതാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ കായിക മേഖലയുടെ വളരെ മോശമായിട്ടുള്ള ഒരു വശം തന്നെയാണ് നമുക്ക് നാഗ്പൂരിൽ വെച്ച് നടന്ന ദേശീയ സൈക്കിൾ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആ 10 വയസ്സുകാരി ഇരയാക്കപ്പെട്ടത് തന്നെയാണ്, ഒരു സംശയവുമില്ല. 10 വയസ്സുകാരിയെ പോലെയുള്ള ആളുകൾക്ക് താമസവും ചികിത്സാ സൗകര്യവും അതുപോലെ തന്നെ ഭക്ഷണവും നൽകാൻ പറ്റാത്തത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതിന്റെ വ്യക്ത ഉത്തരം നൽകണം. ഒരു സംശയം വേണ്ട. കോടതിയുടെ വ്യക്തമായ ഉത്തരവുണ്ടായിട്ട് പോലും എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? വലിയ സങ്കടത്തിലാണ് നിദാ ഫാത്തിമയുടെ വീട്ടുകാരുള്ളത്. അവരുടെ മകളെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവിടത്തേക്ക് പറഞ്ഞയച്ചത്. പക്ഷെ ആ പ്രതീക്ഷയോട് കൂടിയിട്ട് പറഞ്ഞയച്ച മാതാപിതാക്കൾക്ക് ഒരു ദിവസം വരുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു വിവരം എന്ന് പറയുന്നത് മകൾക്ക് സുഖമില്ലാതെ ചികിത്സയിലാണ് എന്നുള്ളതാണ്. പിന്നീട് പെട്ടെന്ന് തന്നെ നാഗ്പൂരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോയ ഈ പറയുന്ന നിദാ ഫാത്തിമയുടെ പിതാവ് എയർപോർട്ടിൽ വെച്ചിട്ട് കേൾക്കുന്നത് തൻ്റെ മകളുടെ മരണവാർത്തയാണ്. അത് എത്രത്തോളം സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയായിരിക്കും. ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ആ പിതാവിന് ചിലപ്പോൾ താങ്ങാനായിട്ടുണ്ടാവില്ല. അങ്ങനെ സബ് ജൂനിയർ വിഭാഗത്തിൽ മത്സരിച്ച് കിരീട നേട്ടവുമായിട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച തൻ്റെ മകളെ അങ്ങോട്ട് പോയിട്ട് കാണുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് മരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയോട് കൂടിയിട്ടാണ്. ഇതൊരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല, കേരള മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തിനാണ് ദേശീയ സൈക്കിൾ ഫെഡറേഷൻ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത്? എന്തായാലും ഇത് വളരെ ക്ലിയർ ആയിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. നിദാ ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർന്നു വരണം. നിദാ ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ശബ്ദിക്കണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.